ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗൈസ്, എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളിപ്പോൾ വട്ടവടയിലാണ്. വട്ടവടയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ നമ്മൾ എണീക്കുമ്പോഴോ ടെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓവർ കോടയൊന്നുമില്ല. ഓൾറെഡി ഞങ്ങൾ എണീറ്റപ്പോഴും ഒരു 6:30 ഒക്കെ ആയി. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെട്ടമൊക്കെ വന്നു. പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്. രാത്രി ഭയങ്കര തണുപ്പ്, അടിപൊളി തണുപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തണുപ്പ് കാരണം എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക്. കാരണം കാലൊക്കെ അത്രയും ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. എങ്കിൽ കൂടി നല്ല തണുപ്പായിരുന്നു ഗൈസ്. അപ്പോൾ ഇതേ ഞങ്ങൾ രാവിലെ എണീറ്റ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫ്രഷായി. ഞങ്ങൾ രാവിലെ ഒരു ഹൈക്കിംഗ് ഉണ്ട്, അവരെന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് പോകാൻ എല്ലാവരും റെഡി ആവാണ് കേട്ടോ. എവിടെ തണുപ്പ് കൂടെ വാ. പക്ഷെ ഇതില് ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല തണുപ്പുണ്ട്. പോണ പട്ടി അവൻ ആ സ്മോക്ക് തന്നെയാണ് ഇല്ലാതെ വരുന്നുണ്ട്. നിനക്കണ്ട ആ മലനിരയൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ആ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്, അതായത് നമ്മളവിടെ കുറച്ച് പേര് അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കുകയാണേ ഗൈസ്. അങ്ങനെ ഹൈക്കിങ്ങിന് പോകാൻ പോവാണ് കേട്ടോ. ഞാൻ അബദ്ധത്തിന് നോർമൽ ഷൂ ആണ് ഇട്ടത്, അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെ ഒപ്പം സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായില്ല. എല്ലാവരും സ്റ്റാർട്ടിങ് ആദ്യം പോയി, ഞാൻ ബാക്കിലായിരുന്നു പോയത്. ഗൈസ്, ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ പോയി, കാരണം നല്ല സ്ലോപ്പായിരുന്നു. അപ്പം ഞാൻ പതുക്കെ ഇറങ്ങിയത്, കാരണം എൻ്റെ ചെരുപ്പ് അത്ര വലിയ ഷൂ അല്ല ഇട്ടേക്കണം. അപ്പോൾ അതുകൊണ്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. അതെ, ഞാനും വിഷ്ണു കൂടെ പതുക്കെ അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു പോകാം കേട്ടോ. ഈ റോഡൊന്നും കുഴപ്പമില്ല, മറ്റേ നല്ല ഇറക്കമായിരുന്നു ഗൈസ്. കാണിക്കാൻ പറ്റില്ല, കാരണം ഫോൺ എടുക്കാൻ പറ്റില്ല. നടുവും തലയും ഞങ്ങൾ വീഴും. ഒന്ന് സ്ലിപ്പായിരുന്നു, അതുകൊണ്ടാണ് സാഹസം എടുക്കാത്ത. അപ്പോൾ സാഹസം കൊണ്ട് കാണിക്കാനുള്ള സമയവുമില്ല, അതിൻ്റെ പ്രായവും കഴിഞ്ഞുകൊണ്ട് ഇല്ല. അതെ, ഞങ്ങൾ നടക്കുകയാണേ. ഇങ്ങനെയൊരു ഇറക്കമാണ് നമ്മൾ ഇറങ്ങണത്. തണുപ്പുണ്ട്. കോടയുണ്ടോ? കിട്ടുന്നുണ്ടോ ഇവിടെ? പക്ഷെ ക്യാമറയിൽ അത്ര കിട്ടുന്നില്ലടാ ഗൈസ്. വിജനമായ ഒരു വഴിയിലൂടെ ഞാനും വിഷ്ണു ഒറ്റയ്ക്ക് നടന്നു പോവാണ്. ഞങ്ങളുടെ ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ. പക്ഷേ ഞങ്ങളുടെ മുമ്പിലുള്ളവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. ഇതന്നെ ഇരിക്കും, വേറെ വഴിയൊന്നും വരണ വരെ നമുക്കിങ്ങനെ പോവാം. വേറെ വഴി ഇതിൻ്റെ ഇടയിൽ വന്നാൽ നമുക്ക് പണി പാളും. ഏത് വഴി അവർ പോയെന്നറിയില്ല. കാരണം ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ? ആരുമില്ല. അവിടെ ഒരു വീട് പോയിട്ട് ഒന്നുമില്ല. കണ്ട ആരെങ്കിലും ഇവിടെ വഴിയുണ്ടോ? 2 വഴിയുണ്ട്. ഏത് വഴി പോകുന്നത് നീ എന്നതാണ്? എടാ, അവരെ വിളിച്ചു ചോദിക്കാം. എവിടെ പിടിച്ചോന്ന് പറഞ്ഞ കോല്. ഞാനിവിടെ ഇല്ല ഗൈസ്. ഞാൻ അടുത്ത് ഇറക്കം വന്നിട്ടുണ്ട്. കുത്തനെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത് കാണുന്ന പോയല്ലോ കേട്ടോ, നേരിട്ടാണ് നല്ല ഇതാണ് ഗൈസ്. നമ്മൾ വന്ന വഴിയാണ്. പിന്നെ ഈ ഒരു ചെളി വെള്ളം വരുന്നുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ കടന്ന് ചാടിക്കടന്നത്. ഇനി അടുത്തത് ഇങ്ങനെ കയറി പോകാൻ പോവാം. ഉണ്ടോ ഗൈസ്? ഞങ്ങൾ ഇതിൽ കൂടെ കയറി വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ കൃഷി ചെയ്ത് എന്ത് കൃഷിയാടാ? തക്കാളിയാന്ന് തോന്നുന്നു ഗൈസ്. അറിയില്ല ഞങ്ങൾക്ക് എന്താന്ന്. എന്തോ ഒരു കൃഷി അവിടെ ഉണ്ട്. ഇത് അവരൊക്കെ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. നിന്റെ ബാക്ക് മാത്രം കാണാം, ഇത്തിരി സൈഡൊന്ന് വഴി കാണിക്കാം. താഴ്വരോ എൻ്റെ കിതപ്പാണ് ഫുള്ളും ആയിരിക്കും. ഞാൻ പട്ടി അതക്കണ പോലെ കഥച്ചോണ്ടിരിക്കുക. എൻ്റെ ഹെൽപ്പർ വിഷ്ണുവാണ്. താങ്ക്സ് എടാ. ഓക്കെ, ഇത് ഈ വഴി തന്നെയാണോ തിരിച്ച് ഇറങ്ങണേന്നറിയില്ല. എങ്കിൽ പോയി. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നല്ല രസമല്ലേ ഗൈസ്. മേളിൽ കയറിയപ്പോൾ അടിപൊളി. താഴെയെല്ലാം കൃഷിയാണ് കേട്ടോ ഗൈസ്. വട്ടവടയിൽ പിന്നെ പറയണ്ടല്ലോ, മെയിൻ കൃഷിയാണ്. ഇതുപോലത്തെ വഴിയിലോട്ട് ഞങ്ങൾ കുറേ നേരം നടക്കുന്നത്. ഇനി വിഷ്ണുക്കുട്ടൻ എന്നെ പിടിച്ചിരിക്കുകയാണ്. ഇതൊരു സ്ലോപ്പാണ്, തെന്നിപ്പോയി ഞാൻ പിടിച്ച് 2 വീഴും. അവൻ എന്നെ ഒരു കൈ പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ ഞാൻ ഫോട്ടോ എടുത്തത്. എന്തൊരു ത്യാഗമാണ് നോക്കി. കണ്ട, ഇതാണ് സ്ലോപ്പ്.
ഗ്രിപ്പ് പോലും ഇല്ല. അതെ, താഴെ കൃഷി ഉണ്ട്. ഇത് സ്ട്രോബെറി കൃഷി. രാവിലെ പറിക്കും ഇവര് സ്ട്രോബെറിയൊക്കെ. ഒരു 7:30 ആകുമ്പോഴേ ഫ്രഷായിട്ട് പറിക്കും. അടുത്ത കുത്തനേടാ എനിക്ക് പേടിയാവണ്ടടാ. എടാ വടി കളയണ്ടാന്ന് നിന്നോട് മലയാളത്തിൽ ഞാൻ പറഞ്ഞതാ, കളയണ്ടാന്ന്. കണ്ട എടാ വടി വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമോ? എടാ ഇവിടെ നിന്ന് ഒരു വടി ഊരി എടുത്താലോ? സ്ട്രോബെറി അതൊക്കെ സ്ട്രോബെറിയാണ്. കണ്ട ഈ ഒരു സ്ലോപ്പ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അടുത്തൊരു സ്ലോപ്പ് പോകണമെങ്കിൽ കുത്തനെയുള്ളത്. ഇത് എനിക്ക് പേടിയാവണുണ്ട് വിഷ്ണു. അടിയിൽ സൈഡില് കമ്പ് പിടിച്ചാലോ? എന്ത് അതാ സ്ലോപ്പ് നോക്കിയാ ഗൈസ് എല്ലാരും പോണത്. എൻ്റെ ക്യാമറയിൽ മനസ്സിലാവുന്നറിയില്ല. ശ്രുതിനെ പിടിച്ചിട്ട് ഓയിൽ കൊണ്ടുപോകുന്നുണ്ട്, ബാക്കിയുള്ളവർ പോകുന്നുണ്ട്. എന്നെ പിടിച്ചോണ്ട് എൻ്റെ ചങ്ക് പോണുണ്ടടാ. അയ്യോ ദേ ഗൈസ്, ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്, പക്ഷെ ഈ നടത്തമാണ് പാട്. ഇവർക്ക് മര്യാദ റോഡൊന്ന് ഒരു സ്റ്റെപ്പ് പോലെ എങ്കിലും വെച്ചുകൂടെടാ. പിന്നെ ഇതിലൊരു ചെറിയ ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. തെന്നിയ പോക്കാ ഇങ്ങനെ കുത്തനെ ഏത് കൂരുമല? നീ സ്വയം ഉണ്ടാക്കിയതല്ലേ? ഏതെങ്കിലും മലക്ക് ഓരോ മല. ഇവിടെ അത് കൊടൈക്കനാലാണെന്ന് പറയാം നമുക്ക്. ഈ അടുത്ത കുത്തനെ പിടിച്ചോ. ഫോൺ മാറ്റി വെക്കട്ടെ ഗൈസ്. നമുക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായ ആൾക്കാർ അവിടെ താഴെ എത്തിക്കണ്ടോ? ഞങ്ങൾ ഇനിയും ഇറങ്ങാനുണ്ട് കുറെ. ഇതിലൂടെ കാടും മേടും ഒക്കെ കയറി ഞങ്ങൾക്ക് ഇനി ഏറ്റവും താഴെ അവിടെ എത്തണം. ഞാൻ വിഷ്ണു പോണ പോലെ ശ്രുതിനെ പിടിച്ചോണ്ട് നോയലും പോണുണ്ട് ഗൈസ്. നമുക്ക് ഞങ്ങൾ രണ്ടേരും താങ്ങാനുണ്ട്. ഞങ്ങൾ വന്ന വഴികളാണ് ഗൈസ്. നമ്മളിപ്പോ പോണത് എന്റെ വല്ലതും ഉണ്ട് എന്റെ കാലില്. പശുവിന്റെ മൂത്രത്തില് കൈ കഴുകണ. ഇവിടെ മുഴുവൻ ചാണകമാണ്, അതാണ് ഏറ്റവും പ്രശ്നം ഗൈസ്. നമ്മളിപ്പോ പോകുന്നത് ഫാം വിസിറ്റിലേക്കാണ് തോന്നുന്നത്. എന്തോ കുട്ടി ഗൈസ്, നോയലിന്റെ ഫോണിന് എന്തോ പറ്റി. ശ്രുതിയും നോയലും കൂടെ ആദ്യം പോട്ടെ ഗൈസ്. ഞങ്ങൾ അടുത്ത അയ്യോ ഇതെങ്ങനെ കിടക്കും? വിഷ്ണു ചേച്ചിക്ക് പേടിയാണടാ, കൈതാടാ ഗൈസ്. നോയലും ശ്രുതിയും കൂടെ പോകുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ച് ഈ വഴിയൊക്കെ ഗൈസ്? ഞങ്ങൾ സാഹസികമായ വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ വെള്ളത്തിൽ എന്റെ ദൈവമേ, ഇതിൽ ഞാൻ എങ്ങനെ കയറും ഗൈസ്? ഇവര് ഞങ്ങളെ ആക്ഷേപിക്കുന്നു ഗൈസ്. വാർദ്ധക്യ പെൻഷനുള്ള 2 പേരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞോണ്ട് ഇനി നമ്മളങ്ങനെ സാഹസ്യമായ വഴികളിലൂടെയൊക്കെ കയറി ഇങ്ങനെ വന്നു. കുറച്ചുപേര് വരുന്നുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ ഒരു സ്ട്രോബെറി തോട്ടത്തിലേക്ക് എത്തി കേട്ടോ ഗൈസ്. ആ ചേട്ടൻ പറിച്ചു തന്നുണ്ടടാ. ഇങ്ങനെ പിടിച്ചാ മതിയല്ലോ. ചേട്ടൻ കൈയോടെ ഫ്രഷ് ആയിട്ട് നമുക്ക് വേണ്ടിയുള്ളത് പറിക്കണം കേട്ടോ. നമ്മളെല്ലാവരും ഒരു 1/2 കിലോ അങ്ങനെയൊക്കെ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഫ്രഷ് ആയിട്ടാണ്. ഇതൊരു 3 ദിവസം നിൽക്കുന്ന പറഞ്ഞത്. അതാണ് കേട്ടോ വെള്ളം. അവിടെ പോയിട്ട് നമുക്ക് താഴെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം ആ ഒരു ഭാഗത്ത്. പക്ഷെ വെള്ളം കുറവാണ്. ഇത് ഇറങ്ങണത് ഇത്തിരി ടാസ്ക്. ഇനി കുത്തനെ ഇറങ്ങണം. എല്ലാവരും ഇപ്പോൾ ടയർഡായി, കാരണം പോവില്ല. എല്ലാവരും ഇപ്പോൾ ടയർഡായി. ഇവിടുത്തെ വില്ലേജ് ഏരിയാസ് ആണ് ഇതൊക്കെ. ഇതൊരു ചായക്കടയാണോ അല്ലേ? ഞങ്ങളിപ്പോൾ നടന്നിരിക്കണൊക്കെ വില്ലേജ് ചെയ്തിട്ടാ. ക്യാപ്പ് കിട്ടിയപ്പോൾ എടുത്ത് ഇവിടെ ഒരു കടയിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കണേ.
ഇവിടുത്തെ കുട്ടി കുട്ടി കടകളൊക്കെ ആട്ടത്. ഇവിടെ എല്ലാം ഇപ്പോൾ ഓപ്പണായി വരുന്നു. അതൊരു അമ്പലമാണ്. കുട്ടികൾക്ക് കളിയാലോ ഇത്. അമ്പലത്തിനൊക്കെ എത്ര പ്രത്യേകത ഉണ്ട് കേട്ടോ. ഗൈസ്, ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ വട്ടവടയിലെ സാധാരണക്കാരുടെ വീടുകളും എല്ലാം അമ്പലവും എല്ലാം ഇതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നടന്നാണ് ശരിക്കും ടയർഡായി. അവസാനം ഞങ്ങൾ ലാസ്റ്റ് പുറകെ നടന്ന ഗ്യാങ്ങെല്ലാം കൂടെ എന്ത് ചെയ്ത് അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ ലാസ്റ്റ് നമ്മുടെ ടെൻറ്റ് സ്റ്റേയിലോട്ട് എത്തിയത്. കാരണം അത്രയും ടയർഡായി. ബാക്കി മുമ്പിൽ വരുന്നവർ കുറച്ച് സ്റ്റാമിന ഉള്ളവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ നടന്ന് തന്നെ വന്നത്. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോ പിടിച്ചു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കടല. നീ തുറക്ക്. ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാം കേട്ടോ. അവർ ഇത് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് കൊണ്ടുവരാം. ഇവിടെ കുക്കിംഗ് ഇല്ല. ഒരു കുറ്റി പുട്ട് കഴിക്കുമോ? നോക്കാം, കഴിക്കാൻ പറ്റുമായിരിക്കും. വിശപ്പുണ്ടാവുമായിരിക്കും. ഏതെങ്കിലും നീ പൊട്ടിക്ക്, ചാറുണ്ടാവില്ലേ നിന്റെ? ഞാൻ ചാറിടും. എനിക്ക് അജ്നാസ് ആണ്. എനിക്ക് വേണ്ട, നീ ഒഴിച്ച സൈഡ് വെച്ചാൽ പൊട്ടിച്ചോളാം. ഒഴിച്ചോ, ഫുള്ള് ഒഴിച്ചോ. എനിക്ക് ചാറ് വേണം പുട്ടിന്. കടൽ തപ്പേണ്ടി വരുമോ? ഊറ്റിക്ക് ഊറ്റിട്ടു മതി. ഇതാ സൈഡിൽ വെച്ചു. താങ്ക് യു. നല്ലതാ. തണുപ്പത്ത് കഴിക്കാൻ നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് കൂട്ടണം തോന്നുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ഫ്രഷായി. നല്ല തണുത്ത വെള്ളം വരുന്നു കേട്ടോ ഗൈസ്. എന്നാലും എല്ലാവരും കുളിച്ചൊന്ന് ഫ്രഷായിട്ട് നമ്മളെല്ലാവരും റെഡിയായി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാം. ഹലോ ഗൈസ്, ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. പറ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി എങ്ങോട്ടാന്നറിയില്ല. ഇനി എങ്ങോട്ടാന്നറിയില്ല. അതെ അതെ ഗൈസ്, അങ്ങനെ ഹൈക്കിങ്ങും കഴിഞ്ഞു. ഞങ്ങൾ ടെൻറ്റിൽ വന്ന് എല്ലാവരും കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വട്ടവടയിലുള്ള ഫോറസ്റ്റിൽ നമ്മളൊരു ട്രക്കിങ്ങിന് പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ സ്പോട്ടിലേക്ക് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടൊന്ന് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയും മസ്റ്റായിട്ട് എല്ലാവരും കാണാം. മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതും കൂടെ ഒന്ന് പോയി കണ്ടോട്ടാ. ഓക്കെ ഗൈസ്, ബൈ.